ഗായ്സ്, ഇറ്റ്സ് മീ കാർത്തു. ഇന്നൊരു വീക്ക് ഡേ ആണ്. വെറുതെ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ വെളിയിലോട്ടൊക്കെ ഇറങ്ങാമെന്ന്. അങ്ങനെ വെളിയിലോട്ട് ഇവിടെ അടുത്തൊക്കെ ഉള്ള സ്ഥലം നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അങ്ങനെ റെഡിയായി ഇറങ്ങിയതാ. ഞാൻ റെഡിയായി ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഓടി പോയി കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അടുത്തുള്ള സ്ഥലമൊക്കെ കാണാം. മേക്കപ്പ് ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടു. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ എന്നും മോയ്സ്ചറൈസർ ഇടും. പിന്നെ സൺക്രീമും യൂസ് ചെയ്യും. ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ സൺക്രീമും യൂസ് ചെയ്യും. പിന്നെ കൺസീലർ ഇട്ടു. ഈ കറുത്ത പാടൊക്കെ ഉള്ള ഭാഗത്തൊക്കെ കൺസീലർ ഇട്ട് അതങ്ങോട്ട് മറച്ച് ചത്ത് കിടന്നാലും ചമഞ്ഞേ കിടക്കാവൂ എന്നല്ലേ പറയുന്നത്. ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ കൺസീലർ ഇട്ട് അത് മായ്ച്ച് കളഞ്ഞതല്ല, അതങ്ങോട്ട് ഇങ്ങനെ ആക്കിയെടുത്തു. പിന്നെ ഒരു ലിപ് ബാം, ഭയങ്കര ഇപ്പം സമ്മർ ആയതുകൊണ്ട് ഭയങ്കര കാറ്റും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ചുണ്ട് പൊട്ടും. അപ്പം ഒരു ലിപ് ബാമും ഇട്ടു. പിന്നെ കണ്ണിൻ്റെ അകവും ഇന്ന് എഴുതി. എന്നും ഞാൻ എഴുതാറില്ല, ഇന്ന് ഞാൻ കണ്ണിൻ്റെ അകവും എഴുതി. പിന്നീട് മസ്കാരയും കൂടി ഇട്ടു. മസ്കാര ഇടുമ്പോൾ നമ്മളെ കണ്ണിങ്ങനെ വിരിഞ്ഞിരിക്കുന്നതൊക്കെ തോന്നും, എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ മസ്കാര കണ്ണിൻ്റെ അകം എഴുതിയില്ലെങ്കിൽ ഞാൻ മസ്കാര എന്നും ഇടാറുണ്ട്. അങ്ങനെ മസ്കാര ഇട്ടു. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് പിന്നെ മസ്റ്റ് ആണല്ലോ, അത് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ആർക്കും. ഫുഡ് കഴിക്കുമ്പോൾ തിന്നിറക്കിയാലും ലിപ്സ്റ്റിക്ക് ഒഴിവാക്കത്തില്ല. അങ്ങനെ ഒരു ലിപ്സ്റ്റിക്കും എടുത്തിട്ട് പിന്നെ ഒരു പെർഫ്യൂം അടിച്ചിറങ്ങി. പിന്നെ ജസ്റ്റ് മുടി ഞാൻ കുളിച്ചിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജസ്റ്റ് മുടി കുറച്ചെടുത്ത് മുകളിലോട്ട് ഇങ്ങനെ കെട്ടിവെച്ച് ഇറങ്ങി. എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഒരു വാച്ചും ഇട്ടൊരു ബാഗും എടുത്ത് ഞാൻ ഇറങ്ങി. ഇതൊക്കെയായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ ഇന്ന് റെഡി ആയത്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ലേക്ക്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായിട്ടൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതിയാണ് ഇന്ന് ഇറങ്ങിയത്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റുകളാണ് ഇതെല്ലാം. അല്ല, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് അവിടെയാണ്. ഇവിടെ എല്ലാം ഇതേമാതിരിയുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. സോ ലെറ്റ്സ് ഗോ. ഇന്നിവിടെ തേഴ്സ്ഡേ ആണ്. അപ്പോൾ തേഴ്സ്ഡേ മാർക്കറ്റ് ഇവിടെ ഞങ്ങൾ ഇന്നാളൊരു ദിവസം കണ്ടു. എന്നും ഇവിടെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇന്നെന്തായാലും പോയി നോക്കാം. തേഴ്സ്ഡേ ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ മാർക്കറ്റ്. ഞങ്ങൾ 2 വട്ടം കണ്ടതും തേഴ്സ്ഡേ ആയിരുന്നു. സോ ഇന്നിവിടെ കാണുമെന്ന് കരുതി പോവുക. ഞങ്ങൾ പോകുന്ന ബസ് ട്രാമും ഒക്കെ പിടിക്കാൻ പോകുന്ന വഴിയാണിത്. ഫുൾ ലേക്കാണ്, സ്പ്രീ ലേക്ക് എന്നും പറഞ്ഞിട്ട് ഉള്ള ലേക്കാണ്. എല്ലാവരും ബോട്ടിലൊക്കെ പോവുക. നല്ലൊരു സൺലൈറ്റ് ഉള്ള ഡേ ആണ്. സൺലൈറ്റ് മാത്രമല്ല, നല്ല കാറ്റും ഉണ്ട്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ക്ലൈമറ്റൊക്കെ മാറിത്തുടങ്ങും. സെപ്റ്റംബർ ആയല്ലോ. സെപ്റ്റംബർ പകുതിയോടുകൂടി ക്ലൈമറ്റ് മാറിത്തുടങ്ങുമെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടത്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. മാർക്കറ്റ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കയാക്കിംഗ് ഒക്കെ ചെയ്യുക എല്ലാവരും. നല്ല കാറ്റുണ്ടെന്ന്, സൺലൈറ്റും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. അതുകൊണ്ട് വലിയ ചൂടായിട്ട് തോന്നുന്നില്ല. നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ ക്ലൈമറ്റ് മാറി തുടങ്ങും, തണുപ്പായി തുടങ്ങുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടുത്തെ ജർമ്മനിയിലെ ഫസ്റ്റ് വിൻ്റർ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് വിൻ്റർ ആകാൻ വേണ്ടി. ആക്ച്വലി എനിക്ക് ഈ മാർക്കറ്റിലോട്ട് പോകുന്ന വഴി അറിയില്ല. ഞങ്ങൾ ഒരിക്കൽ പോയപ്പോൾ ആ വഴി എത്തിയായിരുന്നു. സോ നോക്കി പോകാം. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ മാർക്കറ്റും നല്ല പ്ലേസൊക്കെ ഉണ്ട്. പക്ഷേ കറക്റ്റ് വഴിയൊന്നും അറിയത്തില്ല. എന്തായാലും അവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ച് നടക്കുക. ഇങ്ങോട്ടായിരിക്കും എന്ന് കരുതുന്നു. എന്തായാലും ഞാൻ ഇങ്ങോട്ട് കയറി. ഇവിടെ കണ്ടോ, നമ്മുടെ സൺഫ്ലവർ നിൽപ്പുണ്ട്. ഈ സൈഡ് ഫുൾ സൺഫ്ലവർ. നല്ല ഭംഗിയുണ്ട്. കരിഞ്ഞൊക്കെ നിൽക്കുന്നു. ഇപ്പോൾ ഇന്നാളൊക്കെ നല്ല രീതിയിൽ വളർന്ന് വലിയ പൂവായിട്ട് നിന്നതാ. ഇപ്പം കരിഞ്ഞു പോയി. അതിനകത്ത് തേനീച്ചയുണ്ട്. ഈ കാണുന്ന മരങ്ങളൊക്കെ ഇനിയിപ്പോൾ ഓട്ടം ആവുമല്ലോ. ഓട്ടം ആകുമ്പോൾ ഓറഞ്ച് കളറെല്ലാം ആകുമായിരിക്കും. ആകും. നല്ല ഭംഗിയായിരിക്കും അന്നേരം കാണാൻ.
ഞാൻ വെയിറ്റിങ്ങിലാണ് ആ ഒരു സീസൺ കാണാൻ. എനിക്ക് തോന്നുന്നു നേരെ പോയാൽ മതി എന്നാ, പള്ളിയുടെ അവിടെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ 2 വട്ടം അത് കണ്ടിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് സ്ഥലം അങ്ങോട്ടോ അറിയില്ല. കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് പോവുക. ഇവിടെ ആരും കൊച്ചുങ്ങളെ കയ്യിലെടുക്കില്ല, ഇങ്ങനെ ടാമിനകത്തേ കൊണ്ടുപോകുള്ളൂ. നല്ല കാറ്റുണ്ട്. ഓ മൈ ഗോഡ്. ഇങ്ങോട്ട് നമുക്ക് ട്രാം സ്റ്റേഷനിലോട്ട് പോകാം. ഒരു ട്രാം സ്റ്റേഷനിലോട്ട് ഇങ്ങോട്ടാണെന്നും പറഞ്ഞ് പോവുക. ട്രാം സ്റ്റേഷൻ നമ്മൾ ഇന്നാൾ വന്ന് നിന്ന് കയറിയ ആ ഒരു സ്ഥലം. ഇപ്പം ട്രാം വരുന്നുണ്ട് ഒരെണ്ണം. ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ഇവിടുത്തെ ആ മാർക്കറ്റ്. ഇവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും നോക്കട്ടെ. ചിലർ സമ്മതിക്കില്ലായിരിക്കും. ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇവിടുത്തത് മീറ്റുണ്ട്, പിന്നെ ഇവിടെ എന്തോ ഫിഷ് വെച്ചിട്ടുള്ള എന്തോ ഒരു സ്നാക്ക്, ഇതെല്ലാം ഇവിടെ കിട്ടും. നമുക്ക് ഇവിടുന്ന് സ്വീറ്റ് മേടിക്കാം, ഒരു കേക്ക് മേടിക്കാം. ഇത് കേക്കിൻ്റെ ആണെന്നാ തോന്നുക. ഇവിടുന്ന് ഒരു കേക്ക് മേടിക്കാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാനൊരു കേക്ക് മേടിച്ച് നമ്മുടെ അപ്പുറത്തോട്ട് നിന്ന് സിഗ്നൽ ആവാണ്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിഗ്നലിന് വെയിറ്റ് ചെയ്യുക. ഇതാ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ കൈ ആക്കണം. ആക്കുമ്പോൾ അത് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇവിടെ പച്ച കത്തും. സോ വെയിറ്റിംഗ് ഫോർ ദ സിഗ്നൽ. എന്താവാത്ത ഇവിടുത്തെ സിഗ്നലായി. സോ ക്രോസ് ചെയ്യാം. ഇങ്ങനെ ഗ്രീൻ കത്തുമ്പോഴേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നിൽക്കാം. അടുത്ത ട്രാം വന്നു. ഗ്രീൻ കത്തി. അപ്പുറത്തും വരെ ക്രോസ് ചെയ്യാം. അവിടെ പോയി നമുക്ക് മേടിച്ച കേക്ക് കഴിക്കാം. നല്ല കാറ്റുണ്ടെന്ന്, നല്ല കാറ്റ്. പുറത്തേക്ക് പോവാല്ലോ. നമുക്കിവിടെ പോയിരിക്കേണ്ടത്. ഇവിടോട്ടിരിക്കാം. ഈ റെഡ് ട്രാക്ക് ഉണ്ടോ, അത് സൈക്കിളിൻ്റെ ട്രാക്കാണ്. അപ്പം നമ്മൾ നടക്കുമ്പോൾ സൈക്കിൾ വരുന്നോ, ബസ് വരുന്നോ, കാറ് വരുന്നോ എല്ലാം നോക്കണം. എന്താല്ലേ. അവിടെ ഒരു ലേക്കുണ്ട്. ആ ലേക്കിൻ്റെ സൈഡിൽ പോയിരുന്ന് നമുക്ക് ആ ഒരു കേക്ക് കഴിക്കാം. ഇന്നാണ് ഞാൻ ഒരു കേക്ക് മേടിച്ചിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ചീസ് കേക്ക് ആയിരുന്നു തോന്നുന്നു. ബ്ലൂബെറി ചീസ് കേക്ക്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല അവിടുത്തെ കേക്കൊക്കെ. ഇവിടെ എല്ലാവരും സ്വീറ്റാണ്. നല്ലതൊക്കെ സ്വീറ്റ് കഴിക്കുന്ന ആൾക്കാരാ. നമ്മുടെ കാക്കയുടെ ഇവിടുത്തെ കളർ കണ്ടോ? കറുപ്പ് മാത്രമല്ല, വെള്ളയും കൂടെ ഉണ്ട്. എന്താല്ലേ കാക്കയുടെ കളറ് നമ്മളെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കറുപ്പെന്നല്ലേ. കറുപ്പ് മാത്രമല്ല, ഇപ്പോൾ കാക്കയുടെ കളർ ഇങ്ങനൊരു കളർ കൂടെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കഴിക്കാം. നല്ല ഭംഗിയാണ് അവിടുത്തെ ഈ ഒരു സ്ഥലം. എവിടെ നിന്ന് കഴിക്കും? ഇവിടെ എല്ലാം വെയിലാണല്ലോ. നല്ല ഇവിടെ എല്ലാം വെയിലാണല്ലോ. എനിക്ക് വെയിൽ വേണ്ട. വെയിലില്ലാത്തൊരു സ്ഥലത്ത് ഇവിടെ ആളും ഉണ്ട്. ഒരു പൂവാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. നോക്കട്ടെ, ഒരു പൂവാണ്. നല്ല ഭംഗിയില്ലേ ഒരു സ്ഥലം. എനിക്ക് ഈ ഒരു മരം ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നമ്മളെ ബെന്യൻ ട്രീ പോലെ. ബെന്യൻ ട്രീ അല്ല, ഇവിടുത്തെ എന്തോ ഒരു മരമാണ്. ബെന്യൻ ട്രീ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള സ്ഥലം. ഈ ടേബിളിൽ ഒരു പൂവ്. അപ്പോൾ അവിടോട്ടിരിക്കാം. ഇതാ അവർ നമുക്ക് പാക്ക് ചെയ്തൊക്കെ തന്ന ഒരു കേക്ക്. എന്ത് കേക്കാണെന്ന് എനിക്കറിയില്ല. ചോക്ലേറ്റ് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ എടുത്തതാ. നോക്കട്ടെ എന്ത് കേക്കാണെന്ന്. ഇത് നമുക്ക് 2 പേർക്ക് കഴിക്കാൻ പറ്റിയ കേക്കാണ്. ഒരുപാട് വലുത് ഒരെണ്ണമായിട്ട് കഴിച്ച് കഴിയില്ല. ഓ മൈ ഗോഡ്, കണ്ടോ ഇത്രയുണ്ട്. ഓ മൈ ഗോഡ്.
ഇത് ഫുള്ള് ഞാൻ കഴിക്കില്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ. ഞാൻ ഈ കണ്ണാടി വെച്ചേക്കുന്നത് ഷോയ്ക്ക് വേണ്ടിയല്ല കേട്ടോ. നല്ല വെയിലുണ്ട്, അപ്പം കണ്ണിൽ അടിക്കുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ വരും. അതുകൊണ്ടാണ് കണ്ണാടി വെച്ചേക്കുന്നത്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഷോയ്ക്കോൾ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത്, അങ്ങനെയല്ല കേട്ടോ. നല്ല കാറ്റാണ്ട് എല്ലാം പറന്നു പോകുന്നു. സൂപ്പർ. ഒരാള് നോക്കുന്നു ഞാൻ എന്തിവിടെ കാണിക്കുന്നതെന്ന്. വീഡിയോ ഒക്കെ എടുത്ത് ഇതാണ് കേക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. നല്ല ടേസ്റ്റ്. ഒരു അപ്പൂപ്പനും അമ്മയും ഇവർ പ്രായമായാലും ഇങ്ങനെ ഇവർ സ്പെൻഡ് ചെയ്യും, ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും, കറങ്ങാനൊക്കെ പോവും. അങ്ങനെ അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര കാറ്റ്. പട്ടിയും കൊണ്ടൊക്കെ ആരെങ്കിലും നടക്കാനൊക്കെ ഇറങ്ങും. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ യൂട്യൂബ് ചാനൽ പെട്ടെന്നൊരു ദിവസം തുടങ്ങിയതാണ്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും ഇടാതെ പെട്ടെന്നൊരു ദിവസം ഞാൻ എവിടെ പോയി, മറ്റേ ജർമ്മനിയിലെ എങ്ങനെ ഞങ്ങൾ എത്തിയത് എന്നുള്ളത് പെട്ടെന്നൊരു ദിവസം അങ്ങ് ഇട്ടതാണ്. ഞാനിത് 3 വർഷം മുമ്പേ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മാൾട്ടയിലായിരുന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ ഇൻട്രൊഡക്ഷനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് അന്നേരം ഇടാൻ തോന്നിയില്ല, ഞാൻ ഇട്ടില്ല. അന്നേരം എന്തോ ഒരു നാണക്കേടോ ആ രീതി അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അന്നിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ചാടി എണ്ണീച്ച് ഒരു വീഡിയോ അങ്ങ് എടുത്തിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു ചാനലാണ്. ചില ആൾക്കാർ ഇങ്ങനെ ഞാൻ എന്തോ ഒരു വീഡിയോ മാൾട്ടയെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ റവന്യൂവിന് വേണ്ടിയാണ് ഈ യൂട്യൂബൊക്കെ തുടങ്ങിയത്. അല്ല, ഒരിക്കലും അല്ല, റവന്യൂവിന് വേണ്ടിയല്ല. എനിക്കൊരു പാഷനാണ് യൂട്യൂബ് തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ തുടങ്ങിയ ഒരു ഇതാണ്, അല്ലാണ്ട് റവന്യൂ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അത് എനിക്കിവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു. ആ പുള്ളി അങ്ങനെ കുറേ ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്ന കണ്ടിട്ടാണ് പറഞ്ഞത്, അല്ലാണ്ടൊന്നുമല്ല. പിന്നീട് എന്താ, എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യാനാണ്, എനിക്കെന്നല്ല ആർക്കെല്ലാം ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യാൻ അവർ സമയം കണ്ടെത്തില്ലല്ലോ. ഒരാൾക്കൊരു ഇതിനോട് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് പാഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സമയം കണ്ടെത്തി ചെയ്യാൻ നോക്കും. ഞാൻ അതുകൊണ്ട് മാത്രം തുടങ്ങിയ ഒരു ചാനലാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ഇടണമെന്ന്. ഞാൻ ഇൻസ്റ്റയിൽ ഇതിനു മുമ്പേ എല്ലാം ഇടുമായിരുന്നു. സ്റ്റോറി ആയിട്ടും ഒക്കെ ഞാൻ അപ് ടു ഡേറ്റ് ആയിരുന്നു. എല്ലാം അന്നേരം ഇടുന്നൊരു ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടുന്നു. അത് നമുക്കൊരു മെമ്മറീസാണ്, കുറേ വർഷം കഴിയുമ്പോൾ നമുക്കൊരു മെമ്മറീസാണ്. അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ്. അല്ലാണ്ട് റവന്യൂ നോക്കി തുടങ്ങി ആളുകൾക്ക് റോങ് ഇൻഫർമേഷൻ കൊടുത്തു ഇതാക്കി എന്നൊന്നുമല്ല. മാൾട്ടയെ പറ്റി ഇട്ടത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത്. പിന്നെ മാൾട്ടയിലും പണ്ട് മുതലേ വന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അത് ഞാൻ അതിനകത്ത് പറഞ്ഞില്ല. പണ്ട് മുതലേ വന്ന ആൾക്കാരുടെ കാര്യമല്ല, ഇപ്പോൾ വരുന്ന 2 വർഷം കൊണ്ടാണ് വരുന്നവരുടെ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് കള്ളത്തരം പറഞ്ഞ ആരുടെയും കയ്യിൽ നിന്നൊന്നും കിട്ടാനൊന്നുമില്ല. സോ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല, ഞാനത് പറയില്ല. സോ ഇത് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിച്ചു. ബാലൻസ് ഞാൻ പാക്ക് ചെയ്തെടുത്തു. ഇത് അഖിലിന് കൊടുക്കാം, അഖിൽ വരുമ്പോൾ കഴിക്കാമല്ലോ. അഖിൽ വലിയ സ്വീറ്റ് പേഴ്സണൊന്നുമല്ല, പിന്നെ കഴിക്കും. ഇങ്ങനെ ഫുഡിന് വലിയ നിർബന്ധമൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട്, കണ്ടിട്ടും മതി വരുന്നില്ല, അത്രയ്ക്ക് മതി.
ഇതെന്തുവാന്ന് നോക്കിയിട്ട് വരാം. ഇതിലേക്കൂടെ ഇറങ്ങിപ്പോയി നോക്കിയിട്ട് വരാം. വിൽക്കോമൻ ഇൻ കോപ്പനിക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ചുമ്മാ അവിടെ വരെ പോയിട്ട് വരാം. നല്ല കാറ്റുണ്ട്. ഫോൺ പറന്നുപോകുന്നുണ്ടോ? നല്ല കാറ്റ്. ഫോൺ ഇപ്പൊ പറന്നു പോകും. മാൾട്ടയിൽ കടലായിരുന്നു. ഇപ്പം ജർമ്മനിയിൽ വന്നപ്പോൾ ഫുൾ കായൽ. നമ്മളിതോ അവിടെയാണ് ഇരുന്നത്. കൊള്ളാല്ലേ? അഖില് വരുമ്പോ ഒരു ദിവസം അഖിലിനെ കൂട്ടി ഇവിടെ വരണം. നമ്മളെ വീടിന്റെ തൊട്ടടുത്ത. നമ്മള് ഇവിടെ ഒന്നും വന്നിട്ട് കൂടിയില്ല. 2 മാസം കഴിഞ്ഞിട്ട് ഇതുവരെ ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആളുകൾ അവിടെ നിന്ന് കഴിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ബോട്ട് എടുത്ത് പോവാം തോന്നുന്നു. ഞങ്ങൾ ഇന്നാള് വേറെ ഒരിടത്തുനിന്ന് ബോട്ട് എടുത്ത് പോയായിരുന്നു. ഇവിടുത്തെ ഇതിലാണ് എഴുതി വെച്ചേക്കുന്നത് വിൽക്കോമൻ ഇൻ കോപ്പനി. നമ്മൾ കോപ്പനിക്കിലാണ് താമസിക്കുന്നത്. നൈസ്. തിരിച്ചു പോകാം. കാറ്റ് ഭയങ്കര. അഖിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിടത്തില്ല. അഖിലിന് പേടിയാ ഇങ്ങനൊക്കെ ഉള്ള ഇത്. എല്ലാവരും ജസ്റ്റ് നടക്കാനൊക്കെ ഇറങ്ങിയേക്കുക. പിന്നെ സൺലൈറ്റും കൊള്ളാം. ഇനിയിപ്പോ 6 മാസം സൺലൈറ്റ് ഇല്ലല്ലോ. അപ്പൊ ഉള്ള സൺലൈറ്റ് ഒക്കെ അടിച്ച് കയറ്റും എല്ലാവരും. വൈറ്റമിൻ ഡി പ്രശ്നം വരുമ്പോ കുറയുമ്പോ ഭയങ്കര പ്രശ്നമാ. ഭയങ്കര ഡിപ്രഷൻ ആ രീതിക്കൊക്കെ എത്തും. കണ്ടോ ഇവിടെ കൊച്ചിനെ ഇട്ടേക്കുന്നത് എങ്ങനെയാണെന്ന്. സോ നമുക്കിനി അങ്ങോട്ട് നടക്കാം. ഇപ്പോൾ 2 മണിയാവുന്നു. അഖില് 2 മണി വരെ ഉള്ളത്. 3:30 ഇവിടെ എത്താൻ. എനിക്ക് നല്ല വിശക്കുന്നില്ല. കുറച്ച് വിശക്കുകയും ചെയ്തു. ഭയങ്കര കാറ്റ്. ഒരു രക്ഷയില്ലാത്ത കാറ്റ്. നല്ല ഭംഗിയില്ലേ നടക്കുന്ന സ്ഥലം വരെ. ഇവിടെ എല്ലാം എവിടെ തിരിഞ്ഞാലും ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി എൻ്റെ മാത്രം തോന്നലാണോ എന്തോ. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ആളുകൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത്. നമുക്ക് അവിടെ പോയി നിൽക്കാം. സിഗ്നൽ ആകുമ്പോൾ ക്രോസ് ചെയ്യാം. വന്ന വഴി കൂടെ അല്ല, അതിൻ്റെ അപ്പുറത്തൊരു വഴി കൂടെ ഉണ്ട്. അതുവഴി വീട്ടിലോട്ട് പോകാം. നമുക്കും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഗ്രീൻ സിഗ്നൽ ആകുമ്പോഴേ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്രീൻ സിഗ്നലായി ക്രോസ് ചെയ്യാം. ഇവിടെ എല്ലാം ഗ്രീനാണ്. പെട്ടെന്ന് പോകട്ടെ. സിഗ്നൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ വഴിയാണ്. നമുക്ക് ഈ വഴി കൂടെ പോകാം. ഇവിടെ ലേക്ക് തന്നെയാ. ലേക്കിന്റെ സൈഡിൽ കൂടെ ഇപ്പൊ തിരിച്ചു പോകുന്നത് വീട്ടില്. നമ്മൾ വന്നത് ലേക്കിന്റെ സൈഡിൽ കൂടെ അല്ല, ഇപ്പുറത്തെ വഴി കൂടെയാ. ഇവിടേക്ക് ഈ വഴിയായും നമുക്ക് വീട്ടിലെത്താൻ പറ്റും. ഇതാകുമ്പോൾ കുറച്ച് തണലും ഒക്കെ ഉണ്ട്. ലേക്കൊക്കെ കണ്ട് ആസ്വദിച്ചങ്ങ് പോകാം. ഈ മരം നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഈ മരം. കുറേ അടുത്ത് ഇങ്ങനൊരു മരമുണ്ട്. എന്ത് മരമാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ്. അവിടെ താറാവുകൾ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിരിക്കാറുണ്ട് ചുമ്മാ ഫുഡൊക്കെ മേടിച്ചിട്ട്. കുറേ താറാവ്. ഇവിടെ താറാവിന് വരെ ടാഗുണ്ട്, നമ്പരൊക്കെ. പിന്നെ മരത്തിനും ടാഗാ. കണ്ടോ, ഇത് 12 എല്ലാത്തിനും ടാഗുണ്ട്, എണ്ണം. നമ്മളങ്ങോട്ട് പോകുന്ന വഴി ഇതെന്താണെന്ന് എനിക്കറിയില്ല. അവിടെ പിള്ളേരിന്ന് കളിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു ഫെസ്റ്റിവല് ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, വൈൻ ഫെസ്റ്റിവൽ. അതിവിടെ ആയിരുന്നു നടന്നത്. ഇവിടെ ഇങ്ങനെ കടകൾ കെട്ടി ഇവിടെ ആയിരുന്നു ആ ഫെസ്റ്റിവൽ നടന്നത്. പിന്നെ ഇവിടെയൊക്കെ ആളുകൾ വന്നിരിക്കും, റിലാക്സ് ചെയ്യാം. ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ ഈ ഒരു മരം എല്ലായിടത്തും അങ്ങ് പച്ചപ്പും മരങ്ങളും ഒക്കെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ, നമ്മുടെ നാട്ടിലെക്കാട്ടിയും പച്ചപ്പായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയത്. എന്താ പ്രാവോ?
അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ ഈ ജീവി എന്താണെന്ന്. പ്രതിമ ഉള്ളല്ലോ മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഭയങ്കര കാമാൻ കോയറ്റാ, വലിയ ബഹളങ്ങളോ ഒച്ചപ്പാടോ ഒന്നുമില്ല. എല്ലാവരും ഭയങ്കര സൈലൻ്റാണ്. ഒരുപാട് തിരക്കുമില്ല, അതുകൊണ്ടാണ്. ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, അതൊക്കെ കൊണ്ടാണ് ബഹളങ്ങളൊന്നും ഇല്ലാത്തത്. പിള്ളേരെ കൊണ്ടുവരുന്ന പേരൻസും കുറച്ച് ആൾക്കാർ ഉള്ളവരും ഭയങ്കര സൈലൻ്റാ, ബഹളങ്ങളൊന്നുമില്ല. അവിടുന്ന് നടന്ന് ഇതുവഴി വന്നത്. ഇനി ഇതുവഴി കുറേ കൂടെ നടക്കാനുണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച്. ഇവിടെ ബസ്സോ കാറോ ഒന്നും വരുന്നൊന്നല്ല നോക്കേണ്ടത്. ഈ ഒരു ഇതിനകത്ത് സൈക്കിളുകളാണ്. അവർ ബെല്ലൊന്നും അടിക്കില്ല, സൈലൻ്റായേ വരത്തുള്ളൂ. പക്ഷെ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണമല്ലോ. ഇവിടെ സൈക്കിളിന് ട്രാക്കൊന്നുമില്ല, റോഡിലേ ഉള്ളൂ സൈക്കിൾ ട്രാക്കൊക്കെ. ഒരു പട്ടിയല്ലേ കൂടെ പോയി. പിന്നെ നമ്മുടെ താമര ഇവിടെയും കാണാം, പക്ഷെ പൂ പൂത്തേക്കുന്നൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ഇല മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്ര നാളായിട്ട്. പൂക്കുമായിരിക്കും ഇനി, എന്തോ അറിയാൻ വയ്യ പൂക്കൂന്ന്. ാണ് ബോട്ടിൻ്റെ ഷേപ്പിലൊരു റെസ്റ്റോറൻറ്റ്. അതിന് അവരുടെ തന്നെ ഈ ചെയറൊക്കെ ഇട്ടേക്കുന്നത്. ഇതിനകത്ത് ഇരുന്നും കഴിക്കാം, വെളിയിലിരുന്നും കഴിക്കാം. ഞാൻ ആദ്യം കരുതിയത് ഇതൊരു ബോട്ടാണെന്ന്, പക്ഷെ അല്ല, അത് റെസ്റ്റോറൻ്റ് ആണ്. ബോട്ടിൻ്റെ ഷേപ്പിൽ അവർ വെച്ചേക്കുവാ. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്. വൈകിട്ടാകുമ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഉച്ച സമയമാണ്, വലിയ തിരക്കൊന്നുമില്ല. ബോട്ടിൻ്റെ ഷേപ്പിലുള്ള റെസ്റ്റോറൻറ്റ്. ഇത് ബോട്ടാണ്, ഇത് റെസ്റ്റോറൻ്റ് അല്ല, ഇത് ബോട്ടാ. അവിടെ വലിയൊരു ചെയറുണ്ട്, കണ്ടോ, വലിയൊരു ചെയർ. ആ ദൂരെ കാണുന്ന പാലം കണ്ടോ? ഈ പാലം കിടക്കുമ്പോൾ നമ്മുടെ വീടാകും. അത്രയും കൂടി നടക്കാനുണ്ട്. ഭയങ്കര കാറ്റ്. സോ വീടെത്താറായി. ഇത് വലുതാണോ ചെറിയ വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം വലുതാണ് ചെറുതാണെന്നൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോയി ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രൗഡ് ഒരു ഫീലുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഒരു പ്രൗഡ് ഫീല്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു, ടാറ്റാ.